നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നേരത്തെ ഇടണമെന്ന് വിചാരിച്ചിരുന്നൊരു വീഡിയോ ആണിത്. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയത്. അപ്പം അതുകൊണ്ടാണ് ഇത്ര വൈകി എനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. അപ്പം അത് ആദ്യമേ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ LDC 14 ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റുകൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഓഗസ്റ്റ് 1-ാം തീയതി രാത്രിയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നലെ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു 14 ജില്ലകളുടെയും റാങ്ക് ലിസ്റ്റ്. അപ്പം ഞാൻ നേരത്തെ തന്നെ എനിക്ക് LDC കൊല്ലം പ്രൊഫൈൽ മെസ്സേജ് വന്നതും അതേപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോഴും എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നേരത്തെ ഇട്ട വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇപ്പോൾ LDC കൊല്ലം ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് LDയുടെ റാങ്ക് എത്രയാണെന്ന് ചോദിച്ചിട്ട് കുറച്ച് കമൻറ്റ് കിടക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ LDC കൊല്ലം റാങ്ക് എന്ന് പറയുന്നത് 524 കേട്ടോ. LDC കൊല്ലം മെയിൻ ലിസ്റ്റിൽ റാങ്ക് 524. ഞാൻ ഇവിടെ സ്ക്രീനിൽ കാണിക്കാം. 524. അപ്പം ആകെ 684 പേരാണ് LDC കൊല്ലം മെയിൻ ലിസ്റ്റിൽ കിടക്കുന്ന 684. അതിലാണ് എനിക്ക് 524 റാങ്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് കണ്ടപ്പം എനിക്ക് ഒരുപോലെ സന്തോഷവും തോന്നി, കുറച്ച് സങ്കടവും തോന്നി. സങ്കടം തോന്നാൻ കാരണം ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങ് ഉറപ്പിച്ചു വെച്ചു എനിക്ക് 400+ ആയിരിക്കും റാങ്ക് എന്ന്. കാരണം എനിക്ക് കട്ട് ഓഫുമായിട്ട് വലിയ വ്യത്യാസമില്ലാത്ത ഒരു മാർക്കാണ്. എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് 500-നെ അടുപ്പിച്ച് അല്ലെങ്കിൽ 500-നകത്ത് 500 കഴിയണ്ട എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു. അപ്പം അങ്ങനെ ഉറപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ലിസ്റ്റ് വന്ന് ഓപ്പൺ ചെയ്ത് 524 എന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചൊരു വിഷമം തോന്നി. അത് ഞാൻ ജെനുവിനായിട്ട് പറയുകയാണ്. ആരും അഹങ്കാരമായിട്ടോ ഒന്നും വിചാരിക്കരുത് കേട്ടോ. അതായത് ഇപ്പം ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയവരുണ്ട്, ആഗ്രഹിച്ചിട്ടും പഠിച്ചിട്ടും ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും, സപ്ലിയിലെങ്കിലും വന്നെങ്കിലും എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ചേച്ചി പറയുന്നത് എന്തുവാ, മെയിൻ ലിസ്റ്റ് ഈ റാങ്കെങ്കിലും കിട്ടിയില്ല എന്നിട്ട് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നിപ്പോരുത് കേട്ടോ. എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ ഒന്ന് ഉറപ്പിച്ച് വെച്ചതുകൊണ്ട് ഇങ്ങനെ ആയി പോയപ്പം എനിക്ക് കണ്ടപ്പോൾ ഒരു വിഷമം. പിന്നെ വലിയ മാർക്ക് വ്യത്യാസമൊന്നുമില്ല, ഞാൻ അങ്ങനെ ധരിക്കാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. ഓക്കെ, അപ്പോൾ എൻ്റെ LDC കൊല്ലം മെയിൻ ലിസ്റ്റിലെ എൻ്റെ റാങ്ക് എത്രയാണ്? 524 കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിത് ഇന്നലെ തന്നെ സാധാരണ രീതിയിൽ ഞാൻ ലിസ്റ്റ് വരുമ്പം ഉടനെ തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഇന്നലെ ഇടാൻ പറ്റാത്തത് അത് ഒട്ടും സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം എനിക്കിന്നലെ ഓഗസ്റ്റ് 1-ന് നമ്മുടെ PSC തിരുവനന്തപുരം PSC പട്ടത്ത് വെച്ചിട്ട് അസിസ്റ്റന്റ് മാനേജർ, കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറുടെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പം ഇൻ്റർവ്യൂ എനിക്ക് ഒരു 10 മണിക്കായിരുന്നു റിപ്പോർട്ടിംഗ് ടൈം. 12:30 കഴിഞ്ഞു ഞാൻ ഇറങ്ങിയപ്പം. പിന്നെ അവിടെ ട്രിവാൻഡ്രം പോയല്ലേ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോഴല്ലേ ട്രിവാൻഡ്രത്ത് പോത്തോളൂ. ഒരു ട്രിവാൻഡ്രം ഒക്കെ ഒന്ന് മോനെയൊക്കെ കൊണ്ടാണ് പോയത്. അപ്പോൾ ഒന്ന് ചുറ്റിക്കറങ്ങി. അപ്പോൾ ചുറ്റിക്കറങ്ങിയിട്ട് ഇപ്പം വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ രാത്രി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം രാത്രി ഇരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം എനിക്ക് ഓഗസ്റ്റ് 1-ന് എന്തായാലും LDC ലിസ്റ്റ് വരുമെന്ന് അറിയാമായിരുന്നു. അപ്പം ഞാൻ മനസ്സിൽ ഇങ്ങനെ കരുതി കൂട്ടിയൊക്കെയാണ് പോയത്, അവിടെ എവിടെയെങ്കിലും നിന്നൊക്കെ വീഡിയോ ചെയ്യാമെന്ന്. പക്ഷെ എനിക്ക് അതിനൊന്നും ഒട്ടും സാഹചര്യം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ വൈകിപ്പോയത് കേട്ടോ. ഇൻ്റർവ്യൂ ഒന്നും കുഴപ്പമില്ലായിരുന്നു. ഇൻ്റർവ്യൂവിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം നല്ല ഇൻ്റർവ്യൂ ആയിരുന്നു, നല്ലൊരു ബോർഡായിരുന്നു എനിക്ക് കിട്ടിയത്. കുഴപ്പമില്ലാത്ത ഇൻ്റർവ്യൂ ആയിരുന്നു കേട്ടോ. പിന്നെ റാങ്കിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് വലിയൊരു റാങ്കായിട്ടൊന്നും ഹൈപ്പൊന്നും ഇല്ല, വലിയ റാങ്കൊന്നും അല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതിലും മികച്ച റാങ്ക് മേടിച്ച ഒരുപാട് മിടുക്കന്മാരും മിടുക്കികളുടെയും വീഡിയോസും അതേപോലെ ടെലഗ്രാം ചാനലിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പം മികച്ച റാങ്കുകൾ മേടിച്ച് ഈ ഒരു LDCയിൽ മിന്നുന്ന വിജയം മേടിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇപ്പം വിജയിച്ചവരെ എല്ലാവരും അഭിനന്ദിക്കുമ്പോഴത്തേക്ക് തോറ്റവരെ പറ്റിയിട്ട് അധികം ആരും ആലോചിക്കാറില്ല. പക്ഷെ ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഞാൻ ആ തോൽവികളിൽ നിന്നാണല്ലോ വന്നത്. അപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ LDC, അതായത് ഇപ്പം ഇതിനു മുമ്പുള്ള LDC 2021 LDCയിൽ പാലക്കാടാണ് ഞാൻ അന്ന് വെച്ചത്. സപ്ലി ലിസ്റ്റിൽ കിടന്ന ആളാണ്. ഈഴവ സപ്ലിയിൽ താഴ്ന്നൊരു റാങ്ക്. ഈഴവ സപ്ലിയിൽ വന്നാലേ ഒരു ചാൻസും ഇല്ല. അപ്പം പറയണ്ടല്ലോ. അപ്പം ഈഴവ സപ്ലി കിടന്ന ഞാനാണ് ഈ വർഷത്തെ LDCയിൽ കൊല്ലം മെയിൻ ലിസ്റ്റിൽ ഈ 524 എന്നുള്ള റാങ്കിലെങ്കിലും എത്തിയത്. മനസ്സിലായില്ലേ? അപ്പം
ഇപ്പൊ ഈ ഒരു 14 ജില്ലകളിലെ ലിസ്റ്റുകളിൽ 1ാം റാങ്കുകാരും 2ാം റാങ്കുകാരും 100ാം റാങ്കുകാരും ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവരും കഴിഞ്ഞ LDC, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പേരും കഴിഞ്ഞ LDC കൈവിട്ടു പോയവർ തന്നെയായിരിക്കും അല്ലേ. അപ്പം അവർക്കത് നേടാൻ ഈ പ്രാവശ്യം അവർ അടുത്ത ഊഴം വന്നപ്പം അവരുടെ പഠിത്തത്തിലെ കൺസിസ്റ്റൻസിയും അതേപോലെ അവരുടെ കോൺഫിഡൻസും ആ ഒരു ദൃഢനിശ്ചയം അല്ലേ, ഈ ഒരു LDC നേടിയെടുക്കണമെന്ന ദൃഢനിശ്ചയമൊക്കെ കൊണ്ട് അവർ ഈ LDCയിൽ മികച്ച റാങ്ക് നേടിയെടുക്കാൻ പറ്റി. അപ്പൊ ഈ LDC കൈവിട്ട് പോയവരോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്കിത് കൈവിട്ട് പോയി ഇനി കിട്ടത്തില്ല എന്നുള്ള രീതിയിൽ ഇരുന്നാൽ കിട്ടത്തില്ല. ഇനി അടുത്തൊരു അവസരം കിട്ടുമ്പം അതിന് LDC ആണെങ്കിലും ഏത് എക്സാം ആണെങ്കിലും അടുത്തൊരു അവസരം കിട്ടുമ്പം അതെനിക്ക് കിട്ടണമെന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നന്നായിട്ട് പഠിക്കുക. അത്രത്തോളം ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി എക്സാം എഴുതാനുള്ള യോഗ്യതയും അതേപോലെ ഒരു ഗവൺമെന്റ് ജോലി വേണമെന്ന ആഗ്രഹവും ആത്മവിശ്വാസവും ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങളുടെ ദൃഢനിശ്ചയം നിങ്ങളുടെ വിജയത്തിൽ എത്തിക്കും. അതേപോലെ നമ്മളൊരു തോൽവി അറിഞ്ഞിട്ട് തോൽവിയുടെ ആ ഒരു വേദന അറിഞ്ഞിട്ട് വിജയത്തിന്റെ രുചി അറിയുമ്പം ഒരു നമുക്ക് വല്ലാതെ ആസ്വദിക്കാൻ പറ്റുമോ വിജയം. അപ്പൊ ആ ഒരു അങ്ങനെയൊക്കെ ആസ്വദിക്കണം. അതായത് തോൽവി അറിഞ്ഞവന് മാത്രമേ വിജയം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അതെനിക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പം ആ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ രീതിയിൽ അങ്ങ് വിജയിച്ച് നിൽക്കുക എന്നല്ല പറയുന്നത്. സപ്ലിന്ന് മെയിനിലോട്ട് വരിക എന്ന് പറയുമ്പം തന്നെ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലേ കാണിക്കുന്നത് നമ്മൾ. അതേപോലെ ഇനി വേറെ ലിസ്റ്റുകളും വരാറുണ്ട്. സെക്രട്ടേറിയറ്റ് പോലുള്ള ലിസ്റ്റുകൾ വരാറുണ്ട്. ഇന്ന് കഴിഞ്ഞ അസിസ്റ്റന്റ് മാനേജറുടെ ലിസ്റ്റൊക്കെ വരാറുണ്ട്. അപ്പൊ അതിലുമൊക്കെ വളരെ മികച്ച റാങ്കൊന്നും അല്ല. എനിക്ക് സത്യം പറഞ്ഞ അസിസ്റ്റന്റ് മാനേജറുടെ മാർക്ക് പോലും എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, മാർക്ക് പോലും എനിക്ക് അറിയത്തില്ല. കട്ട് ഓഫ് അടുപ്പിച്ച മാർക്കായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. എന്നിരുന്നാലും അതുമൊക്കെ ഇനി വെയിറ്റിംഗ് ആണ് എനിക്ക്. അപ്പം മുൻപോട്ട് ഇങ്ങനെ ഓരോ പ്രതീക്ഷകളുണ്ട്, ഇന്ന ലിസ്റ്റുകൾ വരും. അങ്ങനെ പ്രതീക്ഷകൾ ഉണ്ടാവാൻ കാരണം ഞാൻ എൻ്റെ തോൽവികൾ വന്നപ്പോഴത്തേ അവിടെ തളർന്നിരിക്കാതെ എനിക്ക് വീണ്ടും പഠിച്ചത് കൊണ്ടല്ലേ. അപ്പം ഈ LDC കൈവിട്ടു പോയവരോടും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഒരു ഗവൺമെന്റ് ജോലി വേണം, കോൺഫിഡൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുക. അടുത്ത അവസരം നിങ്ങൾക്കുള്ളതായിരിക്കും കേട്ടോ. അപ്പം കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാതെ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച കാര്യം എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. LDC കൊല്ലം 524 റാങ്ക്. അപ്പം ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയവർക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. ആത്മവിശ്വാസത്തോടു കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കഴിഞ്ഞുപോയ എക്സാമുകളിൽ പറ്റിയ പിഴവുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ആഞ്ഞു പഠിക്കുക കേട്ടോ. അടുത്ത എക്സാം നിങ്ങൾക്കുള്ളതായിരിക്കട്ടെ കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം കുറച്ച് നേരത്തെ ഇടേണ്ട വീഡിയോ ആയിരുന്നു, കുറച്ച് വൈകിപ്പോയി, സാഹചര്യം കൊണ്ടാണ്. അപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അതിനു മുമ്പായിട്ട് ഇന്ന് ASMന്റെ എക്സാം ആണല്ലേ, ASMന്റെ ഫസ്റ്റ് ഘട്ടം എക്സാം ആണ്. അപ്പോൾ ASM എക്സാം എഴുതുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. നന്നായിട്ട് എക്സാം എഴുതിയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ബൈ.